മൈ ചാനൽ UK ലൈഫ് കോച്ച് മലയാളത്തിലേക്ക് സ്വാഗതം. എ ബിലേറ്റഡ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്, സമയത്തിൻ്റെ പ്രോഗ്രാമാണ്. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ പുതിയതായിട്ടെടുത്ത ഒരു ബെഡ്റൂം ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. അതൊരു പക്ഷേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. എനിക്ക് എൻ്റെ താഴെ ഉണ്ടായിരുന്ന ഗ്യാരേജ് കൺവേർട്ട് ചെയ്ത് ഒരു ബെഡ്റൂം ആക്കി മാറ്റി. അപ്പോൾ അതിൻ്റെ കഥകളിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുപോകാം. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കും യൂസ്ഫുൾ ആയിരിക്കും. ഫ്യൂച്ചറിൽ നമുക്കത് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ഗൈഡൻസ് ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. പ്ലീസ് കം. പേടിയാ. ഇതിവിടെ നമ്മുടെ അടുക്കളയിൽ നിന്ന് പണികളൊക്കെ കഴിഞ്ഞിട്ട് ലേഡീസ് എല്ലാം അപ്പുറത്തുണ്ട്. അവർ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ടുണ്ട്. പണ്ടൊരിക്കൽ സത്യന്റെ ചാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാനിവിടെ പാത്രമൊക്കെ കഴുകുന്നത്. അതുപോലെ എനിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനോട് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് എന്തായിരുന്നാലും അതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണല്ലോ. അതുകൊണ്ട് അതിനകത്ത് ആരും മടി വിചാരിക്കണ്ട, പാത്രം കഴുകിക്കോളൂ കേട്ടോ. ഓക്കെ, സോ പ്ലീസ് കം. നമുക്കിവിടെ ഒരു ലൂന ഉണ്ട്. എന്റെ ലൂനേനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് തവണ നമ്മള് പല വീഡിയോസിലും വന്നിട്ടുള്ളതാണ്. ഇവിടെ ഞങ്ങളുടെ പെറ്റാണ്, എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇതാണ് ആ ബെഡ്റൂം. ഇതിനെ പറ്റിയുള്ള വിശേഷങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് തുടക്കത്തിൽ ഇങ്ങനെ നമുക്കറിയാമല്ലോ, ഒരു ഗാരേജ് എന്ന് പറയുമ്പോൾ ആ ഗാരേജിന്റെ ഫീച്ചേഴ്സ് എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഇവിടെയാണ് അതിന്റെ ഓപ്പണിങ്. ഇവിടെ ഇത് ഡബിൾ ഗാരേജ് ആയിരുന്നു എന്ന് പറയുമ്പോൾ റിമോട്ടിൽ തന്നെ നമുക്ക് അതിന്റെ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതിപ്പോ 2 വണ്ടി സുഖമായിട്ട് ഇടാൻ പറ്റുന്ന ഗാരേജ് ആയിരുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗാരേജിന്റെ ഒരു ആവശ്യമുള്ളതായിട്ട് തോന്നിയില്ല. കാരണം അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, നമ്മുടെ ഫ്രണ്ടില് ഒരു 8-10 വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയ സൗകര്യങ്ങളുണ്ട്. അത് സെക്യൂർഡ് ആയിട്ട് തന്നെ നമുക്ക് പാർക്ക് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഗാരേജ് സെപ്പറേറ്റ് മാറ്റി വെക്കേണ്ട ഒരു ആവശ്യമുള്ളതായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ യു ക്യാൻ സീ നൗ. ഇവിടെ മുമ്പിലേക്ക് ധാരാളം സ്ഥലമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലോസ്ഡ് ആണ് ഗേറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഉള്ളിൽ സെക്യൂർഡ് ആയതുകൊണ്ട് തന്നെ ഈ ഗ്യാരേജിന്റെ ഒരു ആവശ്യം ഇവിടെ ഉള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. ഈ കർട്ടന്റെ കാര്യം പറയുമ്പോൾ, ഞാൻ എൻ്റെ വീടിന് എല്ലാ റൂമുകളിലും കർട്ടൻ തുണിയുള്ള കർട്ടനാണ് ഇരിക്കുന്നത്. അതെല്ലാം എനിക്ക് ചെയ്തു തന്നത് ഈ കർട്ടൻ ചെയ്ത ആൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഷാജു എന്നാണ്, നിങ്ങൾക്കൊക്കെ അറിയാം, കർട്ടൻ ലാൻഡ്സ്. അദ്ദേഹം ഇവിടെ വെസ്റ്റ് മിഡ്ലാൻഡ്സിൽ ടെൽഫോർഡ് എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല, 2 മൈൽ ദൂരമുള്ളൂ. അദ്ദേഹം എൻ്റെ ഫാമിലി ഫ്രണ്ടും കൂടിയാണ്. അപ്പം അദ്ദേഹത്തിനോട് ഞാൻ കർട്ടൻ ഇടാൻ വേണ്ടിയിട്ട് വിളിച്ചാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞിപ്പം ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ട്, വളരെ സിമ്പിൾ ആയിട്ട്, എന്നാൽ വളരെ റീസണബിൾ ആയിട്ട്, നമുക്ക് ക്യൂട്ടായിട്ട് തോന്നുകയും ചെയ്യും. നമുക്ക് എല്ലാ ഇല്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇത് നമുക്ക് ഒരു വെളിച്ചം, പ്രകാശം അകത്തേക്ക് വരുന്ന രീതിയിൽ അതിനെ ഇനി പ്രൈവസിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ക്ലോസ് ചെയ്യാം. എല്ലാ ഇതിൽ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് ഇനി നമുക്കത് മേളിലേക്ക് കംപ്ലീറ്റ് ഫുള്ളായിട്ട് നമുക്ക് കയറ്റണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഫുള്ളായിട്ട് കയറ്റുകയും ചെയ്യാം. അപ്പം നമ്മളൊരു തുണി, ഒരു ക്ലോത്ത് കൊണ്ടുള്ള ഒരു കട്ടൻ ഇട്ട് ഫുൾ ഇവിടെ കവർ ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് എന്നൊരു അഡ്വൈസ് എനിക്ക് തന്നതുകൊണ്ട് എനിക്കത് വളരെ കംഫർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ അഡ്വൈസ് 100% എനിക്ക് വളരെ ഹാപ്പിയാണ് ഞങ്ങൾക്ക്. എന്ന് കരുതി ക്ലോസിന്റെ കട്ടൻ നല്ലതല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ ബെഡ്റൂമിന് ഇത് വളരെ ആപ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ നമുക്ക് പ്രൈവസി വേണമെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് താഴോട്ട് നമുക്ക് ഇട്ടിട്ട് നമുക്ക് അതിനെ ഇപ്പൊ കംപ്ലീറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. നമുക്ക് ആവശ്യമുള്ള പ്രൈവസി കൊണ്ടുവരാൻ. ലൂണ എന്തുണ്ട്, നീ ഇതെല്ലാം ഡാഡി പറയുന്നതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണോ? ലൂണയ്ക്ക് ഇതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഡാഡി എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അതെല്ലാം വന്ന് അടുത്ത് നിന്ന് കേട്ടോണ്ടിരിക്കും അല്ലേ? എന്നാ അപ്പൊ അത് മാത്രമല്ല, ഫ്യൂച്ചറിൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു ബെഡ്റൂം വേണമെന്ന് ഇങ്ങനെ ഒരു ആശയം വന്നു. അതിന്റെ പ്രധാന കാരണക്കാരൻ ഞങ്ങളുടെ മകനാണ്. ഞങ്ങളുടെ മകൻ പ്രൊഫഷണലി ആർക്കിടെക്ട് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവന്റെ ഒരു ആശയം ഇത് ഒരു ഡബിൾ ബെഡ്റൂമായിട്ട്, വലിയൊരു ബെഡ്റൂമായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഡാഡി മമ്മി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്തു. കാരണം നല്ലതാണെന്ന് തോന്നി. ഞങ്ങൾക്ക് ഇങ്ങനെ പ്രായം കൂടി വരുമ്പോൾ മേളിലേക്കൊക്കെ കയറാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് താഴെ ഒരു ബെഡ്റൂം ഉള്ളത് നല്ലതാണല്ലോ.
അപ്പൊ അങ്ങനെയാണ് ഈ ആശയം വരാൻ കാരണം. എന്തായാലും ഇത് വളരെ സക്സസ് ആയി, ഞങ്ങൾക്ക് വളരെ ഹാപ്പിയാണ്. കാരണം ഇപ്പോൾ ഇതൊരു ഗസ്റ്റ് റൂം ആയിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുകയാണ്. ഇനി ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ഒരു സൗകര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നത് നല്ലതാണ്. നമുക്ക് ഇതാ പുറത്തുനിന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ ഇതിന് പുറത്തുനിന്ന് നേരത്തെ തന്നെ ഇതിലൊരു ഡോർ ഉണ്ടായിരുന്നതാണ്. സോ ഇത് പുറത്തുനിന്ന് തന്നെ നമുക്ക് ആക്സസ് ഉണ്ട് ഡോറ്. പിന്നെ നമുക്ക് പുറത്തുനിന്ന് ആളുകൾക്ക് ആരെങ്കിലും കയറി വരണമെങ്കിൽ ഒരു ഗസ്റ്റിന് ഇവിടുന്ന് പുറത്തുനിന്ന് ഇങ്ങോട്ട് കയറി വരാനുള്ള സൗകര്യമുണ്ട്. സെപ്പറേറ്റ് ഡോറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വേറൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഇവിടെ ഇത് തുടക്കത്തില് ഞങ്ങൾ ഇത് വീടിന്റെ മേലെ സോളാർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സോളാറിന്റെ ബാറ്ററിയും അതിന്റെ കണക്ഷൻസ് മെയിൻ കണക്ഷൻസ് എല്ലാം ഇവിടെയായിരുന്നു. അപ്പൊ ഇത് ഞങ്ങൾ മറ്റൊരിടത്തേക്ക് മാറ്റി. അത് ഞാൻ കാണിച്ചു തരാം, ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മുടെ വീടിന്റെ മൊത്തം ഇലക്ട്രിക് അതിന്റെ മെയിൻ സ്വിച്ച് എല്ലാം ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഇത് ഇവിടുന്ന് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ഇവിടെ തന്നെ വെച്ചിട്ട് അത് പ്രത്യേകം ഒരു ബോക്സ് ആക്കി അത് സെറ്റ് ചെയ്തു. അപ്പൊ അത് ഇത് കംപ്ലീറ്റ് എഞ്ചിനീയർ വന്ന് നോക്കി കൗൺസിലിൽ അറിയിച്ച് അവരുടെ തന്നെ എഞ്ചിനീയർ വിസിറ്റ് ചെയ്ത് അവരുടെ തന്നെ അഡ്വൈസോട് കൂടി തന്നെയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇത് ഓൺ സ്ട്രീറ്റ് ആണ്. ഓൺ സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് എപ്പോഴും ഇങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ സ്പേസ് പോകും. അപ്പൊ അതുകൊണ്ട് ഞങ്ങളത് മോൻ തന്നെ പറഞ്ഞു ഇത് ഇങ്ങോട്ട് വേണ്ട ഡാഡി, നമുക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്പേസ് ലാഭിക്കാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇങ്ങനെ നമുക്ക് ഇങ്ങനെ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നല്ല അത്യാവശ്യം ഇവിടെ ഒരു ഷവർ റൂം ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട്, ഷവർ റൂം ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ടോയ്ലറ്റ്, ക്ലോസറ്റ്. പിന്നെ നമുക്ക് അത്യാവശ്യം ഒരു തൽക്കാലം അത്യാവശ്യം ഒരു നല്ല സൗകര്യം ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. കാരണം ഇത്രയും ഒരു വൺ സ്വീറ്റ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമില് അതിനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഡബിൾ ബെഡ് ഇട്ടാലും നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ടേബിള് നമുക്ക് ഇടാൻ കഴിയുന്നു. ഇവിടുന്ന് എന്തെങ്കിലും കമ്പ്യൂട്ടറോ അങ്ങനെയൊക്കെ വെച്ച് ഇവിടെ ഉപയോഗിക്കാം. അതുപോലെ ചെറിയ ഒരു വാർഡ്രോബ് കബോർഡ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് മോന്റെ ബെഡ്റൂമിൽ ഇരുന്നാണ്. ആ മോന് അവിടെ വേറെ ഒരെണ്ണം മേടിച്ചു വെച്ചു. അപ്പൊ അന്നേരം അത് ഞങ്ങൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത്, അപ്പൊ അതിന് പ്രത്യേകിച്ച് കാശ് മുടക്കി ഞങ്ങൾ മേടിച്ചാൽ ഞങ്ങളുടെ ഇരുന്ന് തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ട് മാറ്റി വെച്ചു. പിന്നെ മേടിച്ചെന്ന് പറയാൻ ഈ ബെഡും ഇതൊക്കെയാണ് മേടിച്ചിരിക്കുന്നത്, പുതുതായിട്ട് മേടിച്ചിരിക്കുന്നത്. പിന്നെ ചെസ്റ്റ് ഓഫ് ഡ്രോയർ രണ്ടെണ്ണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, നമുക്ക് ഒരു ഗ്യാരേജ് ഉണ്ടെങ്കിൽ ആ ഗ്യാരേജിനെ എങ്ങനെ കൺവേർട്ട് ചെയ്ത് നമുക്കൊരു ബെഡ്റൂം ആക്കാം. ആ ബെഡ്റൂം ആക്കി കഴിഞ്ഞാലുള്ള ഗുണം എന്താണ് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻസ്. നമുക്കറിയാലോ, ഇപ്പൊ ഇവിടെ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ എനിക്ക് 5 ബെഡ്റൂം ഉണ്ട്. ഇതുകൊണ്ട് കൂട്ടി ഇപ്പൊ 5 ബെഡ്റൂമായി. 5 ബെഡ്റൂമും 5 ബാത്റൂമും. ബാത്റൂം മീൻസ് 3 ഓൺ സ്വീറ്റും പിന്നെ 2 WC അടക്കം. അതാണ് ഞാൻ 5 ഉദ്ദേശിച്ചത്. നമുക്ക് ഒരു ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു നല്ല പ്രൈവസി കൊടുക്കാൻ സാധിക്കും. പിന്നെ ഫ്യൂച്ചറിൽ മേളിലേക്ക് കയറി താമസിക്കാൻ വേണ്ടി ബെഡ്റൂമിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കിടക്കാനും സാധിക്കുമല്ലോ. അപ്പോൾ മാത്രമല്ല അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ വാല്യൂ കൂടുന്നു എന്നുള്ളതാണ്. നമ്മുടെ വീടിന്റെ നിലവിലുണ്ടായിരുന്ന വാല്യൂ അതിനേക്കാളൊക്കെ എത്രയോ മാറ്റം വരും. ഇതിനകത്ത് നമ്മൾ മുടക്കിയ പൈസ എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നതാണ്. ഈ ഗാരേജ് ആയിരുന്നത് ഈ ഒരു പരുവത്തിലേക്ക് വരണമെങ്കിൽ അതിനകത്ത് നമ്മൾ നല്ല കാശ് മുടക്കിയിട്ടുണ്ട്. അപ്പൊ അത് എത്രയാണ് കാശ് മുടക്കിയതെന്ന് ഞാനിപ്പോൾ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അത് നമ്മളൊരു കോട്ട് എടുത്തിട്ട് നമ്മൾ അതിനെപ്പറ്റി ഞാൻ പറയാം. എപ്പോഴും നമ്മൾ ഇത് പറയുമ്പോൾ ഒരു കാര്യം എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുമ്പോൾ നമ്മൾ കോൺട്രാക്ടേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഈ കോൺട്രാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവര് കറക്റ്റ് ടൈമിന് പണി തീർക്കുന്നവരാണോ എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചിലപ്പോൾ നമ്മളോട് പറഞ്ഞ സമയത്തിനേക്കാളൊക്കെ എത്രയോ നീണ്ടു. അപ്പോഴത്തേക്കും നമ്മളുടെ ആ എന്താണോ ആ പർപ്പസ്, നമ്മൾ എന്തിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മളതൊക്കെ ചെയ്തത്, അതെല്ലാം മാറിപ്പോയിരിക്കും. അപ്പം നമ്മളുടെ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് പണി തീർത്ത് കിട്ടണമെങ്കിൽ ഈ കൗബോയ് കോൺട്രാക്ടേഴ്സിനെ നമ്മൾ
കോൺടാക്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അത് കൃത്യമായിട്ട് നമ്മൾ അറിയുക. അതിന് നമുക്കറിയാം ഗൂഗിൾ റിവ്യൂ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ അവരുടെ പ്രീവിയസ് വർക്ക് എക്സ്പീരിയൻസ് നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള സാധ്യതകളൊക്കെ ധാരാളം ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ നമ്മൾ നോക്കണം. പിന്നെ നമ്മൾ കോട്ട് എടുത്തു കഴിഞ്ഞ് നമുക്ക് അവരെ കൊണ്ട് കോൺട്രാക്ട് സൈൻ ചെയ്യിക്കണം. നമ്മൾ ആ ഒരു കോപ്പി വെക്കണം. ഫ്യൂച്ചറിൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അവർക്കെതിരെ സ്യൂ ചെയ്യുവാൻ നമുക്ക് ഈ കോൺട്രാക്ട് യൂസ്ഫുൾ ആയിരിക്കും. അതല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവര് പലതും അവര് എന്താ ഉദാഹരണമായിട്ട് സ്കിപ്പ് വരെ അവര് റിഫ്യൂസ് ചെയ്യും. സ്കിപ്പ് വരെ ഇട്ടിട്ട് പോകും. അവര് ഒരു സാധനങ്ങളും പിന്നെ അതായത് ഇവര് പണിയെടുത്ത് റബ്ബീഷ് ആയിട്ടുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് വീടിന്റെ പുറത്തും ഒക്കെ ഇട്ടിട്ട് അവര് വളരെ യൂസ്ലെസ് ആയിട്ടുള്ള പരിപാടികൾ ചെയ്യാറുണ്ട്. അപ്പൊ അത് നമുക്ക് അറിയില്ലല്ലോ ഇവരെങ്ങനെയുള്ളവരാണോ എന്ന് നമുക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് കോൺട്രാക്ട് എഴുതുക. അതിനകത്തുള്ള ഓരോ കാര്യങ്ങളും അക്ക വിട്ട് എണ്ണി തന്നെ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യണം. അവര് സ്കിപ്പ് അവരിവിടെ ഉപയോഗിച്ചിട്ട് ഇട്ടിട്ട് പോകുന്ന അല്ലെ പണി കഴിഞ്ഞ് ബാക്കി വരുന്ന സാധനങ്ങൾ ലിറ്റർ അങ്ങനെയുള്ള ഐറ്റംസ് ആ സാധനങ്ങൾ മുഴുവൻ അവരുടെ ഉത്തരവാദിത്തമാണത് ഡിസ്പോസ് ചെയ്യാന്നുള്ളത്. അല്ലെ പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് വലിയൊരു പൈസ മുടക്കി നമ്മൾ അതിന് വേണ്ടിയിട്ട് വേറെ വഴിയൊരുക്കേണ്ടി വരും. അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ സ്മൂത്ത് ആയിരിക്കും. അതല്ലെങ്കിൽ നമുക്ക് ടെൻഷൻ ആയിരിക്കും. ഒത്തിരി ആളുകൾ പല സ്ഥലത്തും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും അങ്ങനെ ഒരു പണി കിട്ടി. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞതിനേക്കാൾ എത്രയോ മാസങ്ങൾ കഴിഞ്ഞു. അവര് പിന്നെ പറഞ്ഞ സമയത്തൊന്നും പണി തീർത്ത് തന്നില്ല. ഇവരെ ഉള്ളവർ പല സ്ഥലത്ത് പണി പിടിച്ചിടും. എന്നിട്ട് ഒരു മാസം കൊണ്ട് തീർക്കേണ്ട പണി അവർ 6 മാസം കൊണ്ടൊക്കെ ആയിരിക്കും തീർക്കുക. അങ്ങനെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായി. അത് പലർക്കും അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ കെയർഫുൾ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അവർ നമ്മുടെ അടുത്ത് കാശ് അഡ്വാൻസ് മേടിക്കും. എന്നിട്ട് പിന്നെ അഡ്വാൻസ് ആയിട്ട് മേടിക്കാന്ന് പറയുമ്പോൾ വലിയൊരു എമൗണ്ട് ആയിരിക്കും മേടിക്കുക. പറഞ്ഞിരിക്കുന്ന ടോട്ടൽ എമൗണ്ടിന്റെ ഏകദേശം ഒരു പകുതിയോളം അവർ ആദ്യം തന്നെ കൈപ്പറ്റും. എന്നിട്ട് പിന്നെ അവർ പിന്നെ ഇങ്ങനെ നമ്മളെ തട്ടിക്കളിക്കും. എന്നെ ഇതിന്റെ ഇടയ്ക്ക് 1-2 പേര് വിളിച്ച് എന്നോട് എന്റെ തന്നെ ക്ലയന്റ് പറഞ്ഞിട്ടുണ്ട്, പൈസ കൊടുത്തിട്ട് അവർ പിന്നെ ആ ഭാഗത്തേക്ക് വന്നിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സംഭവം ഉണ്ടാണ്ട്. അതൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള കോൺട്രാക്റ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള കാര്യം. പിന്നെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനേക്കാളെല്ലാം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നമ്മൾ എന്തൊരു കൺവേർഷൻ ആണെങ്കിലും നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പം നമ്മൾ അതിന്റെ പ്രോപ്പർ അതിന്റെ ലോസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ആ ലോ അറിഞ്ഞിരിക്കണം. അതൊരു എഞ്ചിനീയറുടെ സഹായമാണ് നമുക്ക് ആവശ്യം. ഒരു ആർക്കിടെക്ട് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ഈ മേഖലയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുടെ ഒരു അഡ്വൈസ് നമ്മൾ മേടിക്കുന്നതല്ലാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതിന് കാശൊന്നും മുടക്കേണ്ടി വന്നില്ല. കാരണം എൻ്റെ മോൻ പ്രൊഫഷണൽ ആർക്കിടെക്ട് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവന്റെ സഹായം എനിക്ക് ഒത്തിരി ഈ കാര്യത്തിൽ കിട്ടി. അവൻ ഇടയ്ക്കിടയ്ക്ക് വരികയും, അവൻ ലണ്ടനിലായിരുന്നു വർക്ക് ചെയ്യുന്നെങ്കിൽ അവൻ ഇടയ്ക്കിടയ്ക്ക് വരികയും വിസിറ്റ് ചെയ്യുകയും കാര്യങ്ങൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും ഒക്കെ ചെയ്തു. എന്നിട്ട് പോലും നമുക്ക് ഇവര് കുറെ നീട്ടി പല കാര്യങ്ങളും പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് സത്യമാണ്. പിന്നെ ഇത് ചെയ്തപ്പോൾ ഞാൻ ചെയ്ത മറ്റു കാര്യം കൂടെ ഞാനൊന്ന് പറയാം. എനിക്ക് ഇത് ഇവിടുന്നുള്ള ഫ്രീ ആക്സസ് കിച്ചണിലേക്ക് ഇവിടെ നമുക്ക് ഇതുണ്ടോ, നിങ്ങൾക്ക് കാണാൻ കഴിയും. ഫ്രീ ആക്സസ് ഇവിടുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് കയറാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പുറത്തേക്ക് ഞാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ ഗ്യാരേജ് ആയിരുന്നു. ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ സോളാർ ഇവിടെ കീപ്പ് ചെയ്തുകൊണ്ട് ആ സോളാർ എനിക്ക് മറ്റു സ്ഥലത്തേക്ക് റീപ്ലേസ് ചെയ്തേ പറ്റുള്ളൂ. അതും പിന്നെ എനിക്ക് കുറച്ച് പെറ്റൊക്കെ ഉണ്ട്. എന്റെ ഡോഗിനെ ഞാൻ ഒരിക്കലും പുറത്ത് വിടാറില്ല. എന്റെ പൂച്ചയൊക്കെ ഉണ്ട്. അപ്പൊ 2 പൂച്ചയുണ്ട്. അപ്പൊ അവരെയൊക്കെ അവർക്കൊരു വാസസ്ഥലം കൂടെ വേണ്ടേ. അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് സ്ഥലം ഞാനിവിടെ ഒരു ചെറിയ കൺസർവേറ്ററി ആയിട്ട് ഇവിടെ ഞാൻ ചെയ്തു. അപ്പൊ ആ കൺസർവേറ്ററിയിൽ ഇത് അവർക്ക് പൂച്ചയ്ക്ക് കണ്ടില്ലേ തന്നെ ഫ്ലാപ്പ് ഡോർ ഉണ്ട്. അപ്പൊ അതിൽ തന്നെ വരാം. ഫ്രീ ആക്സസ് ഉണ്ട്. തന്നെ പോയിട്ട് അവർക്ക് അതിനകത്ത് കയറി താമസിക്കാം. ഓക്കെ, ഞാൻ ഇനി ഈ സോളാർ മാറ്റി വെച്ച് ഞാൻ കാണിച്ചു തരാം. ഇത് കിച്ചൺ ഇതിലേക്കൂടെ പോകാം, ഇതിലേക്കൂടെ പോകാം. സോ ഞാൻ പുറത്തുനിന്നുള്ള നമ്മൾ കണ്ടതല്ലേ. ഇനി ഞാൻ കിച്ചണിലൂടെ പോയിട്ട് നിങ്ങൾക്ക് അത് അങ്ങോട്ടുള്ള ആക്സസ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഓക്കെ, പ്ലീസ് കം. ഇത് നമ്മുടെ പിന്നെ ഇതും കൂടെ ഞാനൊന്ന് പറയട്ടെ. ഇത് എനിക്കൊന്ന് പറയണോ എന്നാ കാരണം ചോദിച്ചു കഴിഞ്ഞാല് എനിക്ക് അവിടെ ഗ്യാരേജ് ഉണ്ടായിരുന്നപ്പം ഞാൻ ഗ്യാരേജില് വെച്ചിരുന്നാണ് എൻ്റെ ഈ ഫ്രിഡ്ജ്, ഈ ഫ്രീസർ. അപ്പം അവിടുന്ന് അത് കൺവേർട്ട് ചെയ്തപ്പോ എനിക്കിവിടെ ഉള്ള സ്ഥലത്തിന്റെ അവിടെ വെക്കാൻ പറ്റില്ല. അപ്പൊ എന്റെ മോൻ പറഞ്ഞു ഇതിവിടെ ഒരു പഴയ ടോയ്ലറ്റ് ആയിരുന്നു. ആക്ച്വലി ഒരു ടോയ്ലറ്റ് ആയിരുന്നു. പണ്ട് ഗ്യാരേജ് ഉണ്ടായിരുന്നു, ഒരു ടോയ്ലറ്റ് ഉണ്ടായിരുന്നു. ഇതിന്റെ ഓപ്പണിംഗ് ഇവിടെയായിരുന്നു. ഇത് ക്ലോസ്ഡ് ആയിരുന്നു ഇവിടെ കേട്ടോ. അപ്പം ഞങ്ങളുടെ മോൻ പറഞ്ഞു, ഡാഡി ഈ ഇത് കറക്റ്റ് അളവെടുത്തപ്പോൾ അത് കറക്റ്റ് സ്ഥലം കിട്ടി.
അവിടെ ഈ ഫ്രീസറും ഫ്രിഡ്ജും പോകും എന്ന് പറഞ്ഞപ്പോൾ അവൻ തന്നെ അവന്റെ പ്ലാൻ അനുസരിച്ച് ഇവിടെ പ്ലാൻ ചെയ്തത് അവിടെ ക്ലോസ് ചെയ്തു, എന്നിട്ട് ഇവിടെ ഓപ്പൺ ചെയ്തു. ഇവിടെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ കറക്റ്റ് അതിനുള്ള സ്പേസ് കിട്ടി. അപ്പൊ ഇവിടെ ഒരു നമുക്ക് അവിടെ ഒരു പ്രൈവസി ഉണ്ട്, ഫ്രിഡ്ജ്, അപ്പൊ കിച്ചണിൽ നിന്നുള്ള ആക്സസ് ഉണ്ട്, നമുക്ക് അതിനുള്ള സൗകര്യമായി. ഇനിയിപ്പോ ഞാൻ കാണിച്ചു തരാം. എക്സ്ട്രാ ആയിട്ട് ഇവിടെ ഞങ്ങള് ഇതാണ് ആഡ് ചെയ്ത്. ഇതിനകത്ത് പിന്നെ സോളാർ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് മെയിൻ ആയിട്ട് ഇത് പണിത്. പിന്നെ ആ കൂട്ടത്തിൽ ഞങ്ങൾക്ക് 2 പൂച്ചയുണ്ട്. ഇവര് സിബ്ലിങ്സ് ആണ്. ഇത് ഒരാൺപൂച്ച കണ്ടൻ, ഒരു ചക്കിപ്പൂച്ചയുണ്ട്, അവൾ ഇവിടെ എതിരെയും ഉണ്ട്. അപ്പൊ അവർക്ക് 2 പേർക്കുള്ള ഒരു വാസസ്ഥലവും കൂടെയാണിത്. അത് നമ്മുടെ ഫാമിലിയുടെ ഒരു പാർട്ടാണ് കേട്ടോ. ഞങ്ങൾക്ക് പെട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലിയുടെ ഒരു പാർട്ടാണല്ലോ. അപ്പൊ അത് അതിനകത്തായിരുന്നു അവർ കിടന്നോണ്ടിരുന്നത്. ഗാരേജ് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് അവർക്കൊരു സ്ഥലം വേണം ഒന്ന്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ സോളാർ കീപ്പ് ചെയ്യണമായിരുന്നു. സോളാർ ഇവിടെ ഇത് വെക്കാം. സോളാറിന്റെ ബാറ്ററിയാണ്. അപ്പൊ സോളാറിന്റെ ബാറ്ററി നമുക്ക് ഇവിടെ കീപ്പ് ചെയ്യണമായിരുന്നു. ഇത് ഇരുന്നത് അവിടെയാണ്, ആ ഗാരേജിലായിരുന്നു. അപ്പൊ അത് സേഫ് ആയിട്ട് അവിടുന്ന് ലൈൻ എഞ്ചിനീയർ, ഇതിന്റെ തന്നെ എഞ്ചിനീയർ വന്ന് അതിന് ഒരു ഏകദേശം ഒരു 700 പൗണ്ട് ചെലവ് വന്നിട്ടുണ്ട്. അവിടുന്നുള്ള കംപ്ലീറ്റ് കണക്ഷൻ ഇങ്ങോട്ട് മൂവ് ചെയ്ത് അവിടുന്ന് അത് ഇവിടെ സെറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തതിന് അവരുടെ ആ എഞ്ചിനീയറുടെ ഫീസ് തന്നെ 700 പൗണ്ടോളം വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് ഇപ്പൊ ഇവിടെ സെക്യൂർ ആയി. ഞാൻ വെക്കുന്ന പൂച്ച ഇതിന്റെ മേലിൽ കയറിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതിവിടെ സെക്യൂർ ആയി. പൂച്ചയ്ക്കുള്ള സ്ഥലമൊക്കെ ഇവിടെ ഉണ്ട്, പൂച്ചയുടെ മേലെ കയറിയിരിക്കണമെങ്കിൽ. ഓക്കെ, സോ ഇതിനകത്ത് പിന്നെ ഞാൻ ഹീറ്റർ ഒന്നും ഫിറ്റ് ചെയ്തിട്ടില്ല. കാരണം ഇതിനകത്ത് ഹീറ്ററിന്റെ ഒരു ആവശ്യം ഇല്ല. കാരണം ഇതിനകത്ത് നമ്മൾ ആരും പോയി ഇരിക്കുന്നൊന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഹീറ്ററിന്റെ ഒരു ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഹീറ്റർ ഒന്നും വെച്ചിട്ടില്ല. പിന്നെ അവിടെ ഒരു ഇലക്ട്രിക് ഹീറ്റർ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇൻ കേസ് അവിടെ അങ്ങനത്തെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഇലക്ട്രിക് ഹീറ്റർ ഇതിൽ കണക്ഷൻ കൊടുക്കാം. സോ അത് ജസ്റ്റ് ഒരു ടെമ്പററി സൗകര്യത്തിന് വേണ്ടി വെച്ചെന്ന് മാത്രം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇവിടുന്ന് കിച്ചണിൽ തന്നെ നമുക്ക് അങ്ങോട്ട് എന്തെങ്കിലും ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് കൊണ്ട് വെക്കണമെങ്കിൽ അതിനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ യൂട്ടിലിറ്റി ഉണ്ട്. യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ വീട്ടിലെ അടുക്കള കിച്ചൺ സാധനങ്ങളാണ് കൂടുതലും ഇതിനകത്ത് വെക്കുന്നത്. പിന്നെ ഇവിടെ ഇതൊരു സെപ്പറേറ്റ് ഞാൻ ആളുകളെ കൊണ്ട് പണിയിച്ച് ഇങ്ങനെ ഉണ്ടാക്കി. കാരണം സെക്യൂർ ആയിക്കോട്ടെ വിചാരിച്ചിട്ട്. ഓൺ വെൻഡർ ആണ്. ഹോട്ട് വാട്ടർ സിസ്റ്റം കംപ്ലീറ്റ് ഇവിടെയാണ്. പിന്നെ അതുപോലെ ബോയിലർ. പിന്നെ അതുപോലെ ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇതെന്റെ കിച്ചണിലുള്ള കിച്ചൺ വർക്ക് ടോപ്പ് ഇത് വുഡ് തന്നെയാണ്. അപ്പം ആ വുഡിന്റെ തന്നെ ഒരു പീസ് ഇവിടെ എന്റെ മോൻ സെറ്റ് ചെയ്ത് വെച്ചു. ഇത് ശരിക്കും സാൻഡ് ചെയ്ത് പോളിഷ് ചെയ്ത് നല്ല സൂപ്പറാക്കി അവൻ തന്നെ ഇത് വെച്ചു. അവിടെ അവര് പണിത് പോകാൻ നേരം കിച്ചണിൽ അവരവിടെ വെച്ചപ്പം പോളിഷ് ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു. മോൻ തന്നെയാണ് പോളിഷ് ചെയ്ത് ശരിക്കും സാൻഡ് ചെയ്ത് പോളിഷ് ചെയ്ത് നല്ല സ്മൂത്ത് ആക്കി. എന്നിട്ട് അതിൽ ഓയിൽ പുരട്ടി നല്ല വാട്ടർ പ്രൂഫ് ആക്കി. കാരണം ഇതിനകത്ത് വെള്ളം വീണാലും ഒന്നും പേടിക്കണ്ട. കിച്ചണിലും അങ്ങനെ തന്നെയാണ്. ഞാൻ കിച്ചണിൽ കാണിച്ചു തരാം നിങ്ങളെ. അത് വളരെ ഗ്രാൻഡ് ആക്കി അത് ചെയ്യാൻ അവന് സാധിച്ചു. അതുകൊണ്ട് അത് കേടാവില്ല. അല്ലെങ്കിൽ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വുഡ് കേടാവും. അതിനകത്ത് വെള്ളം കൂടുതൽ വീണ് കഴിഞ്ഞാൽ. കിച്ചൺ ആകുമ്പോൾ എപ്പോഴും വെള്ളത്തിന്റെ ഒരു വേവ് കൂടുതലുള്ളതുകൊണ്ട് അതിൽ വീഴുമല്ലോ വർക്ക്ടോപ്പില്. കിച്ചന്റെ വർക്ക്ടോപ്പ് എന്ന് പറയുന്നത് ഇതാണ്. കിച്ചന്റെ വർക്ക്ടോപ്പ് ഈ വുഡ് തന്നെ ഇതിന്റെ തന്നെ ഒരു പീസാണ് അവിടെ പോയിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് അവര് വെച്ച പോലെ വെക്കുകയാണെങ്കിൽ അത് ഒട്ടും സ്മൂത്ത് അല്ലായിരുന്നു. അത് നന്നായിട്ട് ഇത് ചെയ്ത് മറ്റേ ഗ്രൈൻഡ് ചെയ്ത് മോൻ തന്നെ അത് ഓയിൽ ചെയ്ത് നല്ല ഇതാക്കി സ്മൂത്ത് ആക്കി. അപ്പൊ അതുകൊണ്ട് ഇതിൽ വെള്ളം വീണാലും ഒന്നും പേടിക്കണ്ട. ഇവിടെ എപ്പോഴും വെള്ളം വീഴുന്ന സ്ഥലമാണ്. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ അന്നേരം തന്നെ തുടയ്ക്കുന്നു, അത് ക്ലീൻ ആയിട്ട് എപ്പോഴും കിടക്കും. അവിടെ കളർ ചേഞ്ച് ഒന്നും വരില്ല. അല്ലെങ്കിൽ ഇവിടെ അത് ഓയിൽ ചെയ്ത് നമ്മളത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ആ വുഡ് കേടായി പോകും. ഓക്കെ, നമുക്കിനി പുറത്തേക്ക് പോവാം. ഇവിടുന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്തുനിന്ന് ഇവിടെ നമുക്ക് പുറത്തുനിന്ന് ആക്സസ് ഉണ്ട് വീട്ടിലേക്ക്. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് ഡെക്കറേഷൻ ഒക്കെ ചെയ്തിരിക്കുകയാണ്. ഡെക്കറേഷൻ എല്ലാ വർഷവും ഉള്ളതാണ് എൻ്റെ ഈ ഡെക്കറേഷൻ കേട്ടോ. ഞാൻ ക്രിസ്മസിന് എല്ലാ വർഷവും ഡെക്കറേഷൻ ചെയ്യുന്നതാണ്.
ചുറ്റും കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഇത് നമ്മുടെ വീടിന്റെ ആ ഫ്രണ്ട് ഇതായിരുന്നു. ഈ ഒരു സ്പേസ് ആണ് നമ്മുടെ ഗ്യാരേജ് ഉണ്ടായിരുന്നത്. ഇവിടെ കംപ്ലീറ്റ് ഓപ്പൺ ചെയ്യുന്ന വിധത്തിൽ, റിമോട്ടിൽ ഓപ്പൺ ചെയ്യുന്ന വിധത്തിൽ ഗ്യാരേജ് ആയിരുന്നു. അതാണ് ഈ രീതിയിൽ ബ്രിക്സ്. പിന്നെ ഈ ബ്രിക്സ് ഏകദേശം ഒരു 60 ഇയേഴ്സ് ആയി ഈ വീട് പണിതിട്ട് കേട്ടോ. 60 വർഷം പഴക്കമുള്ള വീടാണിത്. പക്ഷെ ആ സമയത്ത് പണിത അതേ ബ്രിക്സ് ഇതായിരുന്നു. ഈ ബ്രിക്സിന്റെ ഈ കളർ, ഇതേ സാധനം തന്നെ നമുക്ക് ഇപ്പൊ കിട്ടി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പലപ്പോഴും ചിലപ്പം ചിലത് ഡിസ്കണ്ടിന്യൂ ചെയ്യും, ചില ബ്രിക്സിന്റെ ആ മേക്കിംഗ്. പക്ഷെ ഇത് നമുക്ക് കറക്റ്റ് അതേ സ്പേസ്, അതേ ബ്രിക്സ് തന്നെ കിട്ടി. അല്ലെങ്കിൽ ഇവിടെ ഇത് രണ്ടും രണ്ടായിട്ട് കാണുമായിരുന്നു. ഓക്കെ. പിന്നെ ഇത് കാറ് ചാർജ് ചെയ്യാനുള്ള ചാർജറാണ്. EV പ്രോജക്റ്റ് നമ്മൾ ഇവിടെ തന്നെ ഫിക്സ്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് സോളാർ ഉള്ളതുകൊണ്ട് നമുക്ക് കാറ് നമുക്ക് ചാർജ് ചെയ്ത്. ഇപ്പൊ എൻ്റെ സെമിയാണ്. അപ്പോൾ എനിക്ക് ഇതിനകത്ത് എൻ്റെ ഈ വണ്ടിയിൽ എനിക്ക് 30% എനിക്ക് EV ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കിടക്കുന്ന വണ്ടികൾ, നമ്മളുടെ കുടുംബത്തിലുള്ള മക്കള് വരുമ്പോൾ എൻ്റെ മോളുടെ ഭർത്താവിൻ്റെ വണ്ടിയാണ് ടെസ്ല. അത് ഫുൾ ഇലക്ട്രിക് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഞാൻ പറയുന്നത് എല്ലാവരും ഇനിയുള്ള കാലത്ത് അങ്ങോട്ട് സസ്റ്റൈനബിൾ, നമ്മളുടെ നമുക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ സസ്റ്റൈനബിലിറ്റി നമ്മളുടെ തീർച്ചയായിട്ടും ഇലക്ട്രിക് എന്ന് പറയുന്ന ഒരു യുഗത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സോളാർ പോലുള്ളത് നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. നമ്മൾ പിന്നെ റിന്യൂവബിൾ എനർജി ആണല്ലോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഇപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാരേജിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ പറയാനുള്ള പ്രധാന കാരണം, നമുക്കിവിടെ ഒരു ഇത്രയും വണ്ടികൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യമുണ്ട്. ഇപ്പം അടുപ്പിച്ചടിച്ച് ഇടുകയാണെങ്കിൽ 4 വണ്ടി 5 വണ്ടി ഇടാൻ പറ്റും. അതിൻ്റെ പുറകെ നമുക്ക് 5 വണ്ടിയും കൂടെ അതിൻ്റെ പുറകെ കയറ്റി നമുക്ക് ഇടാൻ സാധിക്കാനുള്ള സ്പേസും ഉണ്ട്. പിന്നെ ഞാനിത് വീടെടുത്ത സമയത്ത് ഇതിന് ഗേറ്റ് ഇങ്ങനെ ആയിരുന്നില്ല, ഒരു സാധാരണ ഓർഡിനറി ഗേറ്റ് ആയിരുന്നു. ഞാൻ അതിനെ പിന്നെ ഇലക്ട്രിക് ഗേറ്റ് ആക്കി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മോർ സെക്യൂർ ആണ്. ഇപ്പം നമുക്ക് ആ ഇലക്ട്രിക് ഗേറ്റ് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ആളില്ലാത്ത സമയത്ത് നമുക്ക് ക്ലോസ് ചെയ്തിടാം. മീൻസ് നമുക്ക് എപ്പോഴും അത് ഓപ്പൺ ചെയ്തിടേണ്ട കാര്യമില്ല, നമുക്ക് ക്ലോസ് ചെയ്തിടാം. പോസ്റ്റ്മാനോ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ ബെല്ല് റിങ് ചെയ്യും. അപ്പം നമുക്ക് അകത്തുനിന്ന് കാണാം. ക്യാമറ അടക്കം നമുക്കുള്ളത് കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ആളുകളെ കണ്ടതിന് ശേഷം നമുക്ക് അവിടുന്ന് ഓപ്പൺ ചെയ്താൽ മതി. എന്തിനു വന്ന ഇപ്പം പലതരത്തിലുള്ള എന്താ പറയുന്നത്, ഈ അറ്റാക്കും കാര്യങ്ങളും ഒത്തിരി പലതരത്തിലുള്ള ഇത് നടക്കുന്നുണ്ട്. നമുക്കറിയാം ഇവിടെ പലതരത്തിൽ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് കൃത്യമായിട്ട് അകത്തുനിന്ന് നോക്കിയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇത്രയും സൗകര്യങ്ങൾ നമ്മുടെ ഒരു വീടിന് കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിന്റെ ടോട്ടൽ വാല്യൂവിലുണ്ടാകുന്ന മാറ്റമാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കാണേണ്ടത്. കാരണം ഇതൊരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ളൊരു സൗകര്യം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ ഉപയോഗിക്കുക. അപ്പൊ നമുക്ക് അതിനനുസരിച്ചുള്ള വാല്യുവേഷൻ വീടിന് വർദ്ധിക്കുന്നു. നമുക്കത് ഫ്യൂച്ചറിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ഒരു ഗസ്റ്റ് വരികയോ അല്ലെങ്കിൽ നമുക്ക് തന്നെയോ ഫ്യൂച്ചറിൽ ഉപയോഗിക്കാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത്. ഇത് നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചെയ്യാന്ന് പറയുന്നത് അത്ര ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. തീർച്ചയായിട്ടും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇതില് തീർച്ചയായിട്ടും എടുത്തിട്ടുള്ള എഫേർട്ടുകൾ, ഇതിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ ടൈം, മണി, ഇവ കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാം. അത് സാധിക്കുമെങ്കിൽ നിങ്ങളും അത് ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പിന്നെ ഇതിന് എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഒരു കൺസൾട്ടൻസിയുടെ ആവശ്യമുണ്ടെങ്കിൽ, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മകനാണ് ഇത് ചെയ്തു തന്നത് എന്നുള്ളത് എനിക്ക് അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലാൻ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, എൻ്റെ മകന് ഒരു ഡിസൈൻ കൺസൾട്ടൻസി ഉണ്ട്, അപ്പോൾ അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അവനിപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ 8 വർഷത്തോളമായി. അപ്പോൾ അവൻ്റെ മാസ്റ്റേഴ്സ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് അവൻ ഈ കാര്യങ്ങൾ വന്ന് എനിക്കിതെല്ലാം ചെയ്തു തന്നത്. ഇപ്പോൾ അവൻ ലണ്ടനിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവൻ്റെ സ്വന്തം കൺസൾട്ടൻസി നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. പിന്നെ അവൻ നിങ്ങളുടെ അടുത്ത് കൂടുതൽ കാശ് വല്ലതും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചോ, ഞാൻ അവരോട് പറഞ്ഞേക്കാം. അപ്പോൾ പിന്നെ ഇത്രയൊക്കെ എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞാൻ ഒരു പുതുവർഷം ആശംസിക്കുന്നു.
a belated happy Christmas and a happy New Year. Thank you so much. Thank you for watching.